യാഹു ഒന്നുകൂടി കാണിച്ചേ. യാഹു തിരിഞ്ഞിട്ടിരിക്കുന്നു. എടി എല്ലാരും തുള്ളിക്കോടി, തുള്ളിക്കോ തുള്ളിക്കോ. ആ വീഡിയോയാ. തീർച്ചയാട്ടാ. എടി മീന തുള്ളിക്കോ തുള്ളിക്കോ തുള്ളിക്കോ. ചെല്ലടി 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 മീനും. ബൂട്ടിന്റെ കാശിന്റെ ഈ തുള്ളലെല്ലാം. എടുത്തോ എടുത്തോ എടുത്തോ. എന്താ പറയണ്ടേ? കാലാവസ്ഥ മോശമാണ്. ഇപ്പം അറിയുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിന്നാണ്. നമസ്കാരം, എല്ലാവരെയും ഗുൽബർഗയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു. കാലാവസ്ഥ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ, മഞ്ഞ് വീണു. കാലാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് അങ്ങോട്ട് പോകുന്നത് വളരെ കഠിനമാണ്. ഇതിനു മുമ്പ് ടിക്കറ്റ് എടുത്ത ആളുകൾ ഓൺലൈൻ വഴിയും അല്ലാതെ ഇവിടെ ഒന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത വളരെയധികം ആളുകൾ അവിടെ റോപ്വേയിൽ പോയി അവിടെ തങ്ങി നിൽക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ചാൻസേ ഇല്ല. ഇപ്പോൾ ഭയങ്കര ഭീടാണ് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ പകുതി പേരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഞാൻ പോലും ടിക്കറ്റ് കിട്ടാതെ ഇവിടെ അലയുകയാണ്. മഞ്ഞും പാടി തുടങ്ങുകയാണ്. കണ്ട മഞ്ഞ് കണങ്ങൾ നമ്മുടെ തലയിലേക്ക് കൊച്ചച്ഛയെ കാണാതെ അലയുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ മഞ്ഞിങ്ങനെ പിടിച്ച് മഞ്ഞിങ്ങനെ പോയി മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് മഞ്ഞിന്റെ സൂക്ഷ്മ കണങ്ങൾ. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ലൈവ് പ്രോഗ്രാമാണ്. ഇതിൽ മഞ്ഞിങ്ങനെ പെയ്ത് നമ്മുടെ മേത്തൊക്കെ നമുക്ക് തടുക്കുന്നുണ്ട്. ഇത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അവിടെ നിന്നുള്ള നിങ്ങളുടെയൊക്കെ ഈ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ കഴിയാത്തത്. നമ്മൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ആ പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ തന്നെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി നിഷ ഫ്രം കേരള